കാരണം എനിക്കെന്താ അറിയാമോ, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ഉറപ്പ് പറയണം, ഞാൻ ആ സിനിമയും കൊണ്ട് വരുമ്പോ അതിന് റിവ്യൂ പറഞ്ഞു കൊല്ലാൻ പറ്റില്ല. ഇല്ല ഇപ്പൊ ഈ ദിലീപേട്ട ലോജിക് ഇല്ലാതെ കണ്ട് ആഘോഷിക്കേണ്ട സിനിമയാണ് ബബ ബബ അല്ല ബബ എന്ന് പറയുമ്പോ സോറി അർത്ഥം കണ്ടുവെക്കേണ്ടി ഭയഭക്തി ബഹുമാനം, പിന്നെ അടുത്ത ബായിക്ക് സർ ബബ എന്ന് പറയുമ്പോ ദിലീപേട്ടന്റെ ഓർമ്മകളെ ഒരു 22 വർഷങ്ങൾക്ക് മുമ്പോട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. അന്ന് സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒന്നുമില്ലാതിരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ മുതൽ അപ്പനപ്പൂപ്പന്മാർ വരെ ലോജിക്ക് നോക്കാതെ തിയേറ്ററിലേക്ക് വന്ന് കണ്ട് വിജയമാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ നായകനാണ് ദിലീപേട്ടൻ. ജോണി ആന്റണി ചേട്ടന്റെ ഫസ്റ്റ് പടം CID മൂസ. സത്യമാണ്. അതെ. അപ്പോ ആ സിനിമ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് പോലും ഫേവറേറ്റ് ആയ സിനിമയാണ് CID മൂസ എന്ന് പറയുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പോ ആ സിനിമയുടെ ഒരു റെസിപ്പി എന്തായിരുന്നു? കാരണം അതും ലോജിക്ക് നോക്കാതെ അല്ലെങ്കിൽ കോമൺ സെൻസ് ഒന്നും വെക്കാതെ കാണേണ്ട ഒരു സിനിമയാണ്. ദിലീപേട്ടൻ ഏതോ ഒരു പ്രസ് മീറ്റിൽ, അന്നത്തെ ഏതോ സ്റ്റുഡൻസ് ഓൺലി പ്രോഗ്രാമിൽ പറയുന്നുണ്ട് കാർട്ടൂൺ പോലെ കാണേണ്ട ഒരു സിനിമയാണെന്ന്. അപ്പോൾ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നല്ല, എന്തായിരുന്നു CID മൂസയുടെ ഒരു പ്രത്യേകത? CID മൂസ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ടേസ്റ്റ് ദ ബ്ലണ്ടർ എന്നാണ്. ബ്ലണ്ടറാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, പാരച്യൂട്ടിൽ ആൾക്കാരെ ഇറങ്ങാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് 3-4 കുട കൂട്ടി വെച്ചിട്ട് ചാടിയ കറക്റ്റാവില്ലെന്ന്. നമ്മുടെ വിഡിത്തങ്ങളായ ചിന്തകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കണ കാര്യം പറഞ്ഞില്ലേ, എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് നിന്ന് വന്നിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുഴുവ് കടിക്കൂലേ, പുഴുവ് കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഇതിനകത്ത് പറയണ്ടായി ജയ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്കിന് ജയ. ഈ ജയ എന്നുള്ള പേര് മിക്കവാറും ആൾക്കാരെ എടുത്തിട്ട് എന്തെങ്കിലും പറയാം ജയ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലുള്ള എനിക്ക് മീൻസ് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിവിടെ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, CID മൂസയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാവും? നമുക്ക് റെഡിയാക്കാം. കാരണം വെച്ചാൽ ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പടത്തിന്റെ PRO തന്നെ കുറെ പേരുണ്ടായിരുന്നു. ആ സിനിമ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഏത് തരത്തിലെ സിനിമയാണ്, നാളെ ഇതിനെന്ത് സംഭവിക്കാൻ പോകണമെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ, നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത്. ആ സിനിമ ഇപ്പൊ 2-3 തലമുറയായിട്ട് ആ കുറച്ച് സിനിമയെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ഇന്നും അതിന്റെ 2ാം ഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നത്. റീ റിലീസ് പ്ലാൻ ഉണ്ടോ? റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധിച്ച 2026 CID മൂസ റീ റിലീസ് ഉണ്ടാവും. വേണം. നമ്മളിത് കൊണ്ടുവന്നിട്ട് അത് പ്രിന്റ് പബ്ലിസിറ്റി കാശ് കൊടുക്കാൻ പറ്റണ്ടായി പോരും. ആലോചിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞേക്കാട്ടോ ആ പടത്തില്. കാരണം എനിക്കെന്താ അറിയാമോ, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ഉറപ്പ് പറയണം, ഞാൻ ആ സിനിമയും കൊണ്ട് വരുമ്പോ അതിന് റിവ്യൂ പറഞ്ഞു കൊല്ലാൻ പറ്റില്ല. ഇപ്പൊ